സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികൾ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ആദർശം അമാനത്താണ് എന്ന പ്രമേയവുമായി ആദർശ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഈ പ്രദേശത്തും ഇത്തരമൊരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ കേരള മുസ്ലിം സമൂഹം വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് നമ്മുടെ വന്ദ്യരായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും നേതൃത്വം നൽകിയത്. 1921 വരെ കേരള മുസ്ലിം സമൂഹം ഏകകണ്ഠമായി അംഗീകരിച്ചു പോന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും അതിലെല്ലാം ശിർക്കും ബിദ്അത്തും കണ്ടെത്താനുമൊക്കെ ബിദ്അത്തി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും അവർ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത ഒരു സാഹചര്യം നമുക്കറിയാം. സാമ്രാജ്യത്വ ശക്തികളുടെ അതിക്രൂരമായ കിരാത ഭരണം നടക്കുന്ന ഒരു കാലഘട്ടം. മാപ്പിളയെ എവിടെ കണ്ടാലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് കേരളക്കരയിലെ അന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ സൂഫി വര്യന്മാരായ ഔലിയാക്കൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും കടന്നു വന്ന വഴികളും വഴിതരണികളുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ച് കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരിക്കലും സുഖകരമായ ഒരു സാഹചര്യത്തിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനം, ആദർശ പ്രസ്ഥാനമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേരെ സാമ്രാജ്യത്വ ശക്തികൾ അതിക്രൂരമായ അക്രമം ഒരു ഭാഗത്ത് അഴിച്ചുവിടുമ്പോൾ ഒരു സമുദായം അവരുടെ നെഞ്ചിലേറ്റിയ വിശ്വാസ കർമ്മ ആചാരങ്ങളെ അപ്പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വഹാബിസവും മറ്റ് ബിദ്അത്തി പ്രസ്ഥാനങ്ങളും കടന്നു വന്നപ്പോൾ കേരള മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ആ പൈതൃകം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി രൂപീകൃതമായ മഹിതമായ ഒരു ആദർശ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആരൊക്കെങ്കിലും നേതാവാകാനോ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്കോ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. മറിച്ച് കേരളക്കരയിലെ മുസ്ലിം സമൂഹം നിർബാധം തുടർന്നു വന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിച്ചു തന്ന ആ ജീവിത പാതയിൽ നിന്ന് ഒരു ജനവിഭാഗത്തെ അടർത്തി മാറ്റാൻ വഹാബിസത്തിൻ്റെ കുതന്ത്രങ്ങൾ പിണഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അന്നു മുതൽ ഇന്ന് വരെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ വെല്ലുവിളികൾ വളർന്നു വന്നിട്ടുണ്ട്. സമുദായത്തിനുള്ളിൽ നിന്ന് ഒരുപാട് ബിദ്അത്തി ആശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ കള്ളത്തരീക്കത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. ആത്മീയ ചൂഷണങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ നമുക്ക് ദിശാബോധം നൽകുകയും ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം ഒന്നാകെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നും ആ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിർവഹിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയതായി ഒരു ആശയവും സമസ്ത ഇന്ന് പറയുന്നില്ല. സമസ്ത അഖിലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും അതിന് വിള്ളലുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും അതുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും ഈ യഥാർത്ഥ പാതയിൽ അടിയുറച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് സമസ്ത നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. 100ാം വാർഷികത്തിലേക്ക് നമ്മൾ കടന്നെടുക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ
2026 ഫെബ്രുവരി മാസം ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിലെ ഇതിൻ്റെ മഹത്തായ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ആദർശവിശുദ്ധിയുടെ നൂറ്റാണ്ടിലൂടെ എന്ന പ്രമേയവുമായി സമസ്ത അതിൻ്റെ 100ാം വാർഷിക ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വ്യാപകമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ രൂപത്തിൽ, പുതിയ ഭാഷയിൽ, അച്ചടി ഭാഷയിൽ നല്ല വൃത്തിയായി നമ്മുടെ ഇടയിലൂടെ ഈ വിദ്യകീ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജമാഅത്തുകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ കടക്കാൻ ശ്രമിക്കുന്നു. വളരെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ നമ്മുടെ വിശ്വാസത്തെ ശണ്ഡീകരിച്ചുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിനെ ശണ്ഡീകരിച്ചുകൊണ്ട് അതിൻ്റെ വിടവിലൂടെ കടന്നു വരാനുള്ള വ്യാപകമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സമസ്തയുടെ പണ്ഡിതന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.